السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയ സഹോദരങ്ങളെ, ജബ്ബാർ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അഭിശംസിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖലമിലെ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിശ്ചയം താങ്കൾ ഉത്തമ സ്വഭാവത്തോടു കൂടിയവനാണ് എന്ന ഈ വാക്യത്തെ ജബ്ബാർ വളരെ വികൃതമായിട്ടാണ്, സാധാരണ ഒരു പടുവന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലാണ് ഖുർആൻ അതിനെ വക്രീകരിക്കുകയും അഭിശംസിക്കുകയും ചെയ്തിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹായോട് ഒരിക്കൽ ഒരു സഹാബി, അല്ലെങ്കിൽ താബികളിൽപ്പെട്ട ആരോ, നബിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. ഇതിനെ വക്രീകരിച്ചുകൊണ്ട് ജബ്ബാർ പറയുന്നത്, ഖുർആനിൽ ആകെ വഷളത്തരങ്ങളാണുള്ളത്. ആ ഖുർആനിൻ്റെ സ്വഭാവമാണ് മുഹമ്മദ് കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ ഖുർആൻ വായിച്ചാൽ മതി എന്ന് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ട്രോളുകയായിരുന്നു. ഇത് കേട്ടാൽ തോന്നുന്ന, ജബ്ബാർ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ആയിഷ ബിയുമായിട്ട് മൂപ്പര് ദീർഘനേരമൊക്കെ സംസാരിച്ച് നബിയുടെ ജീവിതത്തെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയണതെന്നാണ്. എന്നാൽ ഇത്ര ദുഷ്ട മനസ്സിൻ്റെ ഉടമയാണ് എന്നത് ജബ്ബാർ സ്വന്തം വാക്യത്തിലൂടെ അല്ലെങ്കിൽ പരാമർശങ്ങളിലൂടെ ഇവിടെ തെളിയിക്കുകയാണ് ചെയ്യണത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് ഉദ്ധരണികൾ ഹദീസുകളിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് കണ്ടെടുക്കാൻ കഴിയും. അതിലൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ തൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷത്ത ഖാലത്ത് മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദിഹി ഖാദിമൻ ലഹു ഖത്തു വലംറാത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകൊണ്ട് തൻ്റെ ഭൃത്യനെയോ അല്ലെങ്കിൽ ഭാര്യയോ ആരെങ്കിലുമോ ഒരിക്കൽ പോലും മടിച്ചിട്ടില്ല. വലാ ദറബ ബിയദിഹി ഷൈഅൻ ഖത്തു, നബിയുടെ കൈ കൊണ്ട് നബി യാതൊന്നിനെയും മടിച്ചിട്ടില്ല. ഇല്ലാ യുജാഹിദ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുക, യുദ്ധം ചെയ്യുക എന്നത് ഒഴിച്ചു നിർത്തിയാൽ നബി ആരെയും ഈ രീതിയിൽ കൈകൊണ്ട് ഉപദ്രവിക്കാറില്ല. വലാ ഖുയ്യിറ ബൈന ഷൈഅൈനി ഖത്തു ഇല്ലാ കാന അഹബ്ബഹുമാ ഇലൈഹി ഐസറുഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ, തിരഞ്ഞെടുത്തുകൊള്ളാനുള്ള ഓപ്ഷൻ നൽകുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഏറ്റവും ലളിതമായത്, എളുതായിട്ടുള്ളത് എന്താണോ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തിരുന്നത്. ഹത്താ യകൂന ഇസ്മൻ, ആ സംഗതി കുറ്റകരമാണെങ്കിൽ അവിടെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റകരമായ കാര്യത്തെ വെടിയുകയും ശരിയായിട്ടുള്ള അനുവദനീയമായ കാര്യത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അല്ലാത്ത രംഗത്തൊക്കെ എളുതായിട്ടുള്ള സംഗതിയാണ് നബി തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത്. ഫൈദാ കാന ഇസ്മൻ കാന അബ്അദന്നാസി മിനൽ ഇസ്മം, ആ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യം അത് കുറ്റകരമാണെങ്കിൽ അവിടെ ആ കുറ്റത്തിൽ നിന്ന് വളരെയേറെ അകലം പാലിച്ചിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൻ തഖമലി നഫ്സിഹി മിൻ ഷൈഇൻ യുഅതാ ഇലൈഹി,
തന്നോട് ആരെങ്കിലും ചെയ്യുന്ന മോശമായിട്ടുള്ള സമീപനത്തിൻ്റെ പേരിൽ നബി ഒരിക്കലും ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല. ഇല്ലാൻ തുന്തഹക ഹുർമാത്തില്ല. അള്ളാഹുവിൻ്റെ പവിത്രതകൾ പിച്ചു ചീന്തപ്പെടുകയാണെങ്കിൽ അവിടെ ഫയക്കൂൻ ഹുവ യന്തഖിമില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ളതല്ലാതെ സ്വന്തത്തെ അവഹേളിക്കുകയോ സ്വന്തത്തോട് മോശമായി പെരുമാറുകയോ ചെയ്യുന്ന ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്തിട്ടില്ല എന്നാണ്. ഇതാണോ ജബ്ബാർ പറയുന്ന മോശമായ വഷളായിട്ടുള്ള സ്വഭാവം എന്നുള്ളത് ജബ്ബാർ ആണ് വ്യക്തമാക്കേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി ഇമാം ബുഖാരി പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്ന ഒരു സംഗതിയാണ്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് പറയാണ്, ഖാല ഖദിംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ 10 കൊല്ലം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ അനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനാണ്. അനസ് മദീനക്കാരനാണ്. അബൂ തൽഹയുടെ ഭാര്യ ഉമ്മു സുലൈമിൻ്റെ മകനാണ്. അബൂ തൽഹയാണ് ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ കയ്യും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ 10 കൊല്ലം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഫമാ ഖാലലി ഉഫിൻ, എന്നോടൊരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഛ എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഛ എന്ന് പറയണമെങ്കിൽ ആ സംഗതി മോശമായി എന്നാണല്ലോ പറയുന്നതിൻ്റെ അർത്ഥം. വേറൊന്നും പറയണ്ട, ഈ ഒരൊറ്റ പദം പറഞ്ഞാൽ മതി. എന്നാൽ തന്നെ അതിൻ്റെ ആശയം എന്താണ്? അങ്ങനെ ഒരു വാക്ക് ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ഷൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽതുഹു വലാ ലി ഷൈഇൻ ലം അഫ്അൽഹു ഇല്ലാ അലാ ഫഅൽതുഹു. ഞാൻ ചെയ്തൊരു സംഗതിയെ സംബന്ധിച്ച് നബി നീ എന്തിനത് ചെയ്തു എന്നോ, ചെയ്യാത്തൊരു സംഗതിയെ സംബന്ധിച്ച് എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് പോലും നബി എന്നോട് ചോദിച്ചിട്ടില്ല. അത്രയ്ക്ക് വളരെ സ്നേഹ വാത്സല്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പെരുമാറിയിട്ടുള്ളത്. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലും വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. വലാ മസസ്തു മിസ്കൻ വലാ ഇത്റൻ കാന അത്യബ മിൻ അറഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരിക്കൽ പോലും മിസ്ക്, കസ്തൂരിയോ അല്ലെങ്കിൽ മറ്റ് സുഗന്ധദ്രവ്യങ്ങളോ തൊട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു സുഗന്ധദ്രവ്യവും. അതുപോലെ എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു, ഇത് ഇമാം ബുഖാരിയാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ 10 കൊല്ലം ഒരു മനുഷ്യൻ്റെ സേവനം ചെയ്ത ഒരാളുടെ സാക്ഷ്യമാണിത്. ഇതിനേക്കാൾ വലിയൊരു സാക്ഷ്യം ഇനി എന്താണ് ജബ്ബാറിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്? മറ്റൊരു സഹാബി ബറാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇതുപോലെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വജ്ഹൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള മുഖഭാവത്തോടു കൂടിയവനായിരുന്നു. ഇവിടെ അഹ്സനുൻ നാസി വജ്ഹൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നബി അധികം സുന്ദരനായിരുന്നു എന്നർത്ഥം പറയാം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കാണുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് അവരെ സമീപിക്കുക എന്നും അർത്ഥം പറയാവുന്നതാണ്. വഹ്സനൻ നാസി ഖുലുഖൻ. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവ മഹിമയുടെ ആളായിരുന്നു എന്നാണ്. അപ്പോൾ ബറാ, അതുപോലെ അനസ്, പിന്നെ നബിയുടെ ഭാര്യ ആയിഷയാണല്ലോ ജബ്ബാർ ട്രോളി എന്ന് പറയുന്നത്. ആ ആയിഷ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മഹിതമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. എന്നിട്ട് ഈ വസ്തുതകളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് തനി ദുഷ്ടബുദ്ധിയോടുകൂടി നബിയെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള അവഹേളനപരമായ പ്രയോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നടത്തുന്നതെന്നാണ്. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ച് ആണ് വിശുദ്ധ ഖുർആൻ ജനീം എന്ന് ഇതേ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. തന്തക്ക് പറക്കാത്തവൻ എന്ന് ജബ്ബാർ പറയുമ്പോൾ
യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയം എന്താണ്? അതിൻ്റെ ആശയം തറവാടിത്തമില്ലാത്തവൻ, അല്ലെങ്കിൽ കുലീനതയില്ലാത്തവൻ, മാന്യതയില്ലാത്തവൻ, മനുഷ്യരെ അവഹേളിക്കുകയും അഭിശംസിക്കുകയും തെറി പറയുകയും ചെയ്യുന്നവൻ എന്നൊക്കെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് അന്ന് ഉത്ബത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വലീദിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ അഹ്നസിനെ പറ്റിയാണ്, ആരെപ്പറ്റിയായിരുന്നാലും ഇത്തരം ഒരുപാട് ആളുകൾ അന്നുണ്ടായിരുന്നു. ഇന്ന് അത് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്കാണ് വളരെയേറെ ഫിറ്റാവുക. അപ്പോൾ ഖുർആൻ പറഞ്ഞതിൽ യാതൊരു പന്തികേടുമില്ല എന്നതാണ് വസ്തുത.